നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാർക്കസ് റാഷ്ഫോർഡ് ടു FC ബാഴ്സലോണ ഡീൽ എന്തായി? ബാഴ്സ ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചില കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ലഭ്യമാവുന്ന വിവരങ്ങൾ റിലീവോ റിപ്പോർട്ട് ചെയ്യുന്നു. മാർക്കസ് റാഷ്ഫോർഡിന്റെ സാലറി എന്ന് പറയുന്നത് €350,000 പെർ വീക്കാണ്. സോ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അത് നിലവിലെ സാഹചര്യത്തിൽ അൺഅഫോർഡബിൾ ആണ്. ഒന്നുകിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തിന്റെ സാലറിയുടെ ഒരു ഭാഗം കൊടുക്കുകയോ അല്ലെങ്കിൽ റാഷ്ഫോർഡ് പാക്കറ്റ് എടുക്കുകയോ ചെയ്യണമെങ്കിൽ മാത്രമേ ബാഴ്സയ്ക്ക് താരത്തെ അഫോർഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് റിലീവോയുടെ റിപ്പോർട്ട്. സോ ലോണിൽ അദ്ദേഹം എത്തണമെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവണം. ഇതിപ്പം യുണൈറ്റഡ് എത്രത്തോളം ഇതിന് തയ്യാറാവും എന്നുള്ളത് കണ്ടറിയണം. എന്നാൽ മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. മാർക്കസ് റാഷ്ഫോർഡ് ബാഴ്സലോണ മൂവിൻ്റെ കാര്യത്തിൽ ഒരു പാക്കറ്റിന് തയ്യാറാവുന്നു. അദ്ദേഹം ആക്സെപ്റ്റ് സിഗ്നിഫിക്കൻറ്റ് കോംപ്രമൈസ് ഓവർ വേജ് ഡിമാൻഡ്സ് എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അത് ഇപ്പോൾ goal.com അടക്കമുള്ളവർ സ്പാനിഷ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. വലിയ ഒരു സാലറി ഉണ്ട്. അക്കോർഡിംഗ് ടു ദി സ്റ്റാർ, റാഷ്ഫോർഡ് റിമൈൻസ് ഓപ്പൺ ടു renegotiating his wages if a loan agreement between United and Barcelona can be reached and his willingness to compromise could help facilitate the move എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ചുരുക്കത്തിൽ കാര്യം ഇതാണ്, ബാഴ്സലോണയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും കൂടി ഒരു ടേംസിലേക്ക് എത്തുകയാണെങ്കിൽ ബാഴ്സലോണയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഈവൻ വേജസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് പോലും മാർക്കസ് റാഷ്ഫോർഡ് തയ്യാറായേക്കും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ബാഴ്സലോണയുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കസ് റാഷ്ഫോർഡ് എന്നാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ഒരു പക്ഷേ ബാഴ്സലോണ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അവസാന മിനിറ്റുകളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കൊണ്ട് സമ്മതിപ്പിച്ച് സാലറിയുടെ ഒരു ഭാഗം യുണൈറ്റഡിനെ കൊടുക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ നീക്കിയേക്കാം എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ ഇപ്പോൾ സ്ഥിതിവിശേഷം ഇതാണ്. യുണൈറ്റഡ് വിടാൻ മാർക്കസ് റാഷ്ഫോർഡ് റെഡിയാണ്. ബാഴ്സലോണ താരത്തെ സ്വീകരിക്കാനും റെഡിയാണ്. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ അതിനൊരു ഫൈനൽ തീരുമാനം ഉണ്ടാവും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.